നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നും സഭ കൂടിയപ്പോൾ വലിയ രീതിയിൽ തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ച ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു ചേച്ചി, ഇന്നലെ ഒരു തരത്തിലും അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പ്രതിഷേധം നടത്തുക എന്നൊക്കെ നമ്മുടെ പല മന്ത്രിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പ്രതിപക്ഷം വിടാൻ ഉദ്ദേശമില്ല, കാരണം അവർക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള വളരെ ഒരു വജ്രായുധമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നും സഭയിൽ ഇതിനെ ചൊല്ലി വലിയ രീതിയിലൊരു തർക്കം ബഹളമൊക്കെ നടന്നു. മന്ത്രിയായിട്ടുള്ള VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഏതായാലും മന്ത്രി VN വാസവൻ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റാക്കി വിടുന്നുണ്ടോ എന്നൊരു സംശയം, കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിപ്പിക്കുന്നത്. VN വാസവൻ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നാണ്. അപ്പോൾ VD സതീശനാണ് ഇതിൻ്റെ പിന്നിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ VD സതീശനാണ് എന്നുള്ളതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതേ വാക്കുകളാണ് VD സതീശൻ പറയുന്നത്. പ്രതിഷേധിക്കുന്നവരൊക്കെയാണ് ഇപ്പൊ ഇതിന് പിന്നിൽ നിന്നാണ്. അതായത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഏത് തരത്തിലുമുള്ള അന്വേഷണം നടത്തട്ടെ എന്നുള്ളത്. അപ്പോൾ ഇത് പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുന്നത്, അന്വേഷണം നടത്തട്ടെ എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടത്തട്ടെ എന്ന് VD സതീശനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. VD സതീശന് എന്ത് നേടാനാണ്? VD സതീശനെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്നാ കൊണ്ടുപോയെന്ന് പോലും ഏതോ ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ പറയുന്ന കേട്ട്, സതീശൻ പറയുന്ന കേട്ട്, എന്നാ അത് പോയെന്ന് പോലും ഞാൻ എന്തോ ഗ്രഹിച്ചു നോക്കണോ, എനിക്കറിയൂ, നിങ്ങളൊക്കെ അറിയുമ്പോഴാണ് ഞാനും അറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെങ്ങാണോ ആണെന്ന് പറയൂ. അപ്പോൾ ഇത്തരത്തിൽ VN വാസവൻ എന്ന്, അത് അല്ലെങ്കിലും ഈ LDFിലെ മന്ത്രിമാർക്ക് ഇച്ചിരി ചുണവ് കൂടുതലാണ്. ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാണ് അധികാരം പിടിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും 3 മാസം ഒന്ന് കഴിയും കാത്തിരിക്കുക ജനം, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ സംഭവം എന്ന് പറയുന്നത് ചെറിയ ഒരു ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായിരിക്കുന്നു. ചെറിയൊരു ആഗോള അയ്യപ്പ സംഗമം എന്നേ നമുക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റും. അതുണ്ടാകുന്നു. അതിൻ്റെ പിന്നിൽ ചുറ്റിപ്പറ്റി കോടതിയുടെ പരാമർശം വരുന്നു. സ്വർണം കാണുവാനില്ല. ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എന്നാൽ ഞാൻ കൊടുത്ത പീഠവും കാണുവാനില്ല. അവിടെ നിന്നാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ഒരു പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പറയിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുഴി തന്നെ മാന്തി. ഏതായാലും അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു അന്വേഷണം ഇപ്പോൾ പലരിലേക്കും പോകുന്നു. വിജയമല്ലി കൊടുത്തത് ചെമ്പാണെന്ന് പറയുന്നു. പിന്നീട് അത് ആദ്യത്തെ മഹസറിൽ ചെമ്പല്ല സ്വർണ്ണമാണെന്ന് എഴുതിയിരിക്കുന്നു. പിന്നീട് അത് പൊക്കിയെടുത്ത് തോണ്ടിയെടുക്കുന്നു വിജിലൻസ്. ഇപ്പോൾ അത് സ്വർണ്ണമാണ് എന്ന് ഇത് വരുന്നു. 2019 പിന്നെ എന്തിനത് കൊണ്ടുപോയി? അതിൽ നിന്ന് കുറച്ച് സ്വർണം മോഷ്ടിച്ചെടുത്തു, ഏതോ കല്യാണ ആവശ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു അദ്ദേഹത്തിനുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ഇതാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഞാനല്ല മറ്റവനല്ല ഞാൻ, എനിക്കറിയില്ലേ, ഒന്നും അറിയില്ല, അയ്യപ്പൻ്റെ സ്വർണ്ണം എങ്ങോട്ട് പോയോ എന്തോ, ഇതാണ് ഇപ്പോൾ പൊതുവെ വരുന്ന ഒരു ഭാഷ. ഏതായാലും ഹൈക്കോടതി ഒന്നും വെറുതെ വിടത്തില്ല. കാരണം ഇത് ചില്ലറ മോഷണമല്ല ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും മോഷണം പോയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ കൊല്ലത്തൊരു അമ്പലത്തിൽ ഈ സ്വർണം പൂശിയതാ ഇപ്പൊ ചെമ്പായി പോയി. കുടിമരം അല്ല, ചെമ്പായി പോയി. ഇതേപോലെ വേറെ ഏതോ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ചെയ്തതെല്ലാം ചെമ്പായി പോയി. അപ്പൊ ദേവസ്വം ബോർഡ് ഇങ്ങനെ സ്വർണം പൂശുന്നു. അത് 7 കിലോ സ്വർണ്ണം കണ്ടാ പൂശിയത്. ഈ 7 കിലോ സ്വർണ്ണമൊക്കെ പൂശിയിട്ട് ചെമ്പായി പോവുകയെന്ന് പറയുന്നത് എത്ര വർഷത്തെ പഴക്കമാണ് വേണ്ടുന്നതെന്ന്. ഈ സ്വർണ്ണം അങ്ങനെ പൂശിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല. കാരണം അത് കാലാകാലം നിൽക്കുന്നതാണ്. നമ്മുടെ ശബരി 40 വർഷത്തെ ഒരു ഇതാണ് പറഞ്ഞത്. അതെ, കാലങ്ങളോളം നിൽക്കും. കാരണം സ്വർണ്ണമാണ് അതിന്റെ മുകളിൽ പൂശിയിരിക്കുന്നത്. പകുതി വർഷം പോലും ആയിട്ടില്ല. അതെ, 6 കിലോ സ്വർണ്ണമൊക്കെ പൂശിയിട്ട് ആ കൊടിമരത്തിന്റെ ഇത് പോയെന്ന് പറഞ്ഞാലും ഒത്ത ചെമ്പ് ഇപ്പോൾ ഫോട്ടോ സഹിതമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് എവിടെല്ലാം പൂശിയിട്ടുണ്ടോ അതല്ലേ കാരണം ഇവരല്ലേ ചെയ്യുന്നത്. സ്വർണം കൊടിമരം പൂശുക, ക്ഷേത്രത്തിന് വേണ്ടി പൂശുന്നു എന്നും പറഞ്ഞുകൊണ്ട് വകയിരുത്തും. ആ പൈസ മോഷ്ടിച്ചിട്ട് അതിന്റെ മണ്ടേ മറ്റേ വേറെ ഏതെങ്കിലും ഗോൾഡ് പ്ലേറ്റിന്റെ ഏതെങ്കിലും സംഗതി മെറ്റലെങ്ങാനും ചേർത്ത് വിടും. അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം കൃത്രിമങ്ങൾ നടക്കുന്നു എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇങ്ങനെ അയ്യപ്പൻ ഇപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഓരോ ദൈവങ്ങളും വന്ന് ഓരോ ഈ പറഞ്ഞോണം ഇട്ട് കൊടുക്കണം. എവിടെയൊക്കെ മോഷണങ്ങളാണെന്നുള്ള ദൈവം തമ്പുരാൻ
തമ്പുരാൻ അറിയാം. ഏതായാലും ഇത് വിശ്വാസികൾ വേണം അവനവൻ്റെ ക്ഷേത്രം, അതായത് ചുറ്റുപാടുമുള്ള ക്ഷേത്രം ദേവസ്വം ബോർഡ് ചെയ്താലും ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഉരച്ചു നോക്കുന്നത് നല്ലതാണ്. ദേവസ്വം ബോർഡിനെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് വരുന്നത്. ശരിക്കും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കും. കാരണം കൃത്യമായിട്ട് അത് രാജിവെക്കും. ഇപ്പോൾ ഇതിന് മുന്നേ ഉള്ള പ്രസിഡന്റിനോട് ചോദിച്ചു, നിങ്ങൾ ഇല്ലാതിരുന്ന സമയത്താണ് ഇത് കൊണ്ടുപോയത്, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങളുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതിൻ്റെ തൂക്കം നിങ്ങൾ നോക്കിയില്ലല്ലോ, നോക്കി എഴുതിയോ? ഇല്ല. അപ്പോൾ അതിനുശേഷം ഇത് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഇത് ചെയ്യായിരുന്നല്ലോ. അവിടെ ഇല്ല, കാരണം അവിടെ മുക്കലാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് കൊണ്ടുപോയപ്പോൾ നിങ്ങളില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വന്നു ചേരുന്ന എല്ലാവരും ഇതിന്റെ മേപ്പടിയുള്ള ഏതോ ഒരു കള്ളനുണ്ട്. ഇത് അതിൻ്റെ താഴെയുള്ള മീഡിയം ടൈപ്പ് നിൽക്കുന്നതായിട്ട് കള്ളന്മാരാണ് ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥര്, തന്ത്രിമാര് ഒക്കെ മീഡിയം കള്ളന്മാരാണ്. അതിന് മുകളിലുള്ളത് ദേവസ്വം ആൾക്കാരാണ്. അതിന് മുകളിൽ ഏതാണ് ഒരു വലിയ കള്ളൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയൊക്കെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന കള്ളനാണ്. അയാൾ ഈ പറഞ്ഞോ ഏതോ ഒരു ഇത് അദ്ദേഹം കൊടുത്ത ഒരു ഇതുണ്ട്, ഒരു പെൺകുട്ടിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട മിച്ച സ്വർണം. അപ്പൊ ആ മിച്ച സ്വർണം ഉണ്ട് എന്നുള്ളത് ആ ദേവസ്വം പ്രസിഡന്റിനെ അറിയാം. അദ്ദേഹം പിന്നീട് ഇല്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മിച്ച സ്വർണം ആ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തോ നടക്കുന്നത്? അല്ല, ഈ മിച്ച സ്വർണം മറ്റേതിൽ നിന്ന് ഉരുക്കിയെടുത്തത് എടുത്ത സ്വർണമാണ്. അതായത് ചുരുക്കം പറഞ്ഞ ആ ശബരിമല ക്ഷേത്രം ചില ആൾക്കാരുടെ നിയന്ത്രണത്തിലും കൈകളിലുമാണ്. അത് മാറി മാറി വരുന്ന തന്ത്രിമാര്, മാറി മാറി വരുന്ന ദേവസ്വം ജീവനക്കാര്, പ്രസിഡന്റുമാര്, ഇവര് വരുമ്പോൾ തന്നെ ഈ നിയന്ത്രണത്തിലുള്ള വ്യക്തികൾ അവരെ നിയന്ത്രിക്കുന്നു. ഇതാണ് സംഭവം. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ വെറും അതിലെ ഒരു കണിക മാത്രമാണ്. ഇതിലെ ദേവസ്വം ഉദ്യോഗസ്ഥര്, തന്ത്രിമാര്, ഇതിന്റെ മുകളിലുള്ള ഏതോ ഒരു വലിയ കള്ളന്റെ അല്ലെങ്കിൽ 1-2 പവർ ഗ്രൂപ്പ് കള്ളന്മാരുടെ നിയന്ത്രണത്തിലാണ് ശബരിമല പോലുള്ള വലിയ അമ്പലങ്ങൾ. അപ്പൊ അവിടെ വരുന്നതെല്ലാം അവരുടെ നിയന്ത്രണത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന്, അതായത് സ്വന്തം വീട്ടിൽ വകയിരുത്തുമല്ലോ ശമ്പളം കിട്ടുമ്പോൾ, ഇത് ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണ്ട, ഇതിങ്ങനെ ചെയ്താൽ മതി. അതായത് അവരുടെ കാര്യത്തിലാണ് ഇത് ഓരോന്നും അവിടുത്തെ പ്രക്രിയകൾ നടത്തുന്നത്. നെയ്യാഭിഷേകം നാളെ വേണ്ടാന്ന് വെച്ചാൽ അവർ തീരുമാനിക്കും, വേണ്ട, ആ പണം ഇങ്ങോട്ട് പോരട്ടെ, അതിൻ്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ഇത് ഇങ്ങനെ പോരട്ടെ. ഇത് അവർ അവരുടെ ഒരു കുടുംബ ഓഹരി, കുടുംബ സ്വത്തായിട്ട് മാറി. ആ വ്യക്തികളെയാണ്, വലിയ കള്ളന്മാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ ഒരു മാനറിസം എന്ന് പറയുന്നത് ഒരു കൂസലും, കാരണം അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇങ്ങനെയൊക്കെ ഒരു സാധാരണ ഈ തന്ത്രിമാരും പോറ്റിമാരും സാധു മനസ്സുള്ളവരാ. കാരണം അതങ്ങനെയാണ്. ഇപ്പൊ ഒരു പുരോഹിതനെ കണ്ടാലും, ഒരു സന്യാസിയെ കണ്ടാലും, ഒരു തന്ത്രിയെ അടുത്ത് പോയാലും, ഈ പറഞ്ഞ ഒരു അങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന അല്ലെ ആ ദൈവസേവ നടത്തുന്ന വ്യക്തികളുടെ അടുത്ത് വ്യക്തികളുടെ അടുത്ത് നമ്മൾ ചെല്ലുവാണെങ്കിൽ അവർക്കൊരു സോഫ്റ്റ് മൈൻഡഡ് ആണ്. എപ്പോഴും പറയുന്നതിലും എടുക്കുന്നതിലും ഒക്കെ ഒരു സോഫ്റ്റ് മൈൻഡഡും ഒരു പ്രത്യേക ഭാഷയായിരിക്കും അവർക്ക്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ആദ്യം മുതലേ പലരും അതിനകത്ത് കമന്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്. എനിക്കൊന്നുമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു. മാധ്യമങ്ങൾ വാട കയറി വാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ധാർഷ്ട്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗങ്ങൾ ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിനെ കവചമായിട്ട് കയറി പിടിക്കത്തക്ക രീതിയിലുള്ള വലിയ പവർ ഗ്രൂപ്പ്, പവർ കള്ളന്മാര് ഇതിനകത്തുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് മറുപടികൾ പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ പിന്നെ പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്, മന്ത്രി എന്താണ്, VN വാസൻ ഇന്ന് പ്രതിപക്ഷ നേതാവാണ് കള്ളൻ. എന്താ പറയാ, അങ്ങേര് പ്രതിപക്ഷത്തിരിക്കുന്നത്, അങ്ങേര് ഉള്ള പാർട്ടി എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിരിക്കുന്ന അങ്ങേര് ഇനി ശബരിമലയിൽ മോഷണം ചെയ്യാൻ പോകുന്നു. എന്താ അതും CPM പാർട്ടി ഭരിക്കുന്ന ശബരിമലയില്. ഒന്ന് ആലോചിച്ചു, ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും പാവം പിടിച്ചവനെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല. എന്നിട്ടാണ് പിന്നെ അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും പാവം പിടിച്ചവനെ കയറ്റത്തില്ല. അതിഥിയായിട്ട് ഒരു കാര്യത്തിന് വിളിക്കത്തില്ല. ഈ ഒരു കാര്യങ്ങൾ അറിയാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രതിപക്ഷ നേതാവിനെയും കൂടെ വിളിച്ചിരുത്തിയാണ് നാടിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇതൊന്നും ഇവിടുത്തെ CPM ഭരണകൂടം ചെയ്യാറില്ല. അപ്പം ഈ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു കാര്യം അറിയാൻ പറ്റാത്ത അദ്ദേഹം തന്നെ അറിയുന്ന മാധ്യമങ്ങളിലൂടെയാണ്. അപ്പൊ അദ്ദേഹമാണ് കള്ളനായത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതേ വാക്കുകളാണ്
VD സതീശൻ. VN വാസവന് പണ്ടേ നാവിന് എല്ലില്ല, എന്തും വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ഇത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും വലിയ കള്ളത്തരം നടന്ന സ്ഥിതിക്ക് രാജിവെച്ചിട്ട്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടല്ലോ, പെട്ടില്ലേ? കേട്ടോ, അത് എന്റെ പ്രശ്നമല്ലാണോ? അല്ല, ആവശ്യപ്പെട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടു. പിന്നെ ഇതിന് മുന്നേ ഉള്ള പല വിഷയങ്ങളും വന്നപ്പോഴും നിങ്ങൾ രാജി ആവശ്യപ്പെട്ടു. അപ്പൊ രാജിവെക്കൂ. രാജിവെച്ചിട്ട് ആരോപണ വിധേയരാണ് നിങ്ങളെല്ലാവരും ആരോപണ വിധേയരാണ്. ഇപ്പൊ ഹൈക്കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജിവെച്ചിട്ട് അന്വേഷണം വരുത്തട്ടെ. ക്രൈംബ്രാഞ്ച് ഒക്കെ എങ്ങോട്ട് പോയി? ഇപ്പൊ അന്വേഷണം ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു അന്വേഷണ പരിധിയിൽ വരുമ്പോൾ ആരൊക്കെ കട്ടിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെ സമയത്തല്ല, ഞാൻ ഇരിക്കുമ്പോ ഒന്നും തുടക്കത്തിലെ കൈ കഴുകിയിട്ടുണ്ട്. അപ്പം ഇത് രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിലാണ് അയ്യപ്പൻ ഉള്ളതെന്ന്. കാരണം രാഷ്ട്രീയക്കാരുടെ ഒരു ഇത് അയ്യപ്പന്റെ മേലില്ലെങ്കിൽ അയ്യപ്പനെ പോലും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും ആ ഉപരിമണ്ഡലം എന്തായാലും മൊത്തത്തിൽ പൊട്ടിച്ചു കളഞ്ഞു. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കും തോറും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും മന്ത്രിമാരിലേക്കും ദേവസ്വം മന്ത്രിമാരിലേക്കും ഒക്കെയാണ് തിരിയുന്നത്. അപ്പൊ ഇത്രയും ആരോപണ വിധേയമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ മന്ത്രി VN വാസവൻ ഉൾപ്പെടെ രാജിവെക്കണം. ആ രാജിവെച്ചിട്ട് വേണം ഇത് അന്വേഷണം പുരോഗമിക്കാൻ. അപ്പൊ ഇവർ രാജിവെക്കാതെ ഇരിക്കുമ്പോൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ദേവസ്വം അതല്ല ഒന്ന് ചിന്തി, ദേവസ്വം പ്രസിഡന്റ് പോലും രാജിവെക്കുന്നില്ല. പാമ്പടിച്ച രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെക്കുക എന്താ തകർപ്പായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് പോലും ഇത്രയും വിഷയം വന്നിട്ട് രാജിവെക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇവർക്കൊക്കെ എന്തുമാകാം, മറ്റുള്ള പാർട്ടികൾക്കൊന്നും ഒന്നും ആവരുത് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഏതായാലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആഗോള അയ്യപ്പ സംഗമം 8 നില പൊട്ടിയത് മാത്രമല്ല, അയ്യപ്പൻ ഇപ്പൊ നന്നായിട്ട് ചാട്ടവാറുകൊണ്ട് പാർട്ടിയെ അടിച്ചൊതുക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ അടിയന്തര പ്രമേയം ഇന്നിപ്പം ചർച്ചയ്ക്ക് ഇന്നും നിയമസഭ പിടിച്ചിട്ട്. ഇന്നലെ അതല്ല രസം. ഇന്നലെ സഭയിലെ ചോദ്യോത്തര വേളയിലും ഇത് എടുക്കില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. ഉടനെ പ്രതിപക്ഷം മറ്റേ സഭയിലെ ബാനറൊക്കെ കയറി സ്പീക്കറെ മറച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി. ഉടനെ ബാലഗോപാലും ശിവൻകുട്ടി ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒരു സഭയ്ക്ക് യോജിച്ചതല്ല. എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഇങ്ങനെയല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചോദ്യോത്തര വേളയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇങ്ങനെ ഉള്ള പ്രതിഷേധം വെറും വൃത്തികെട്ട പ്രതിഷേധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ VD സതീശൻ കൊടുത്ത് ആദ്യം ലിസ്റ്റ് കൊടുത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 6 തവണയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇങ്ങനെയല്ല, ഇതൊക്കെ മേലെയുള്ള പ്രതിഷേധങ്ങളാണ് ചോദ്യോത്തര വേളയിൽ ഉണ്ടായിട്ടുള്ളത്. അത് പോട്ടെ, ഇനി ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടത്, ഇത്തരം വൃത്തികെട്ട രീതിയിലല്ല പ്രതിഷേധിക്കേണ്ടത്. ശിവൻകുട്ടി പറഞ്ഞിരിക്കും. ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശിവൻകുട്ടി അന്ന് ആ ഡൈസിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന 2 ഫോട്ടോ ഇട്ടിട്ട് പറയാണ് എങ്ങനെ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷത്തിന് കാണിച്ചു കൊടുക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞിട്ട്. അല്ല, VD സതീശൻ ഇന്നലെ പറഞ്ഞത് ഇതാരാണ് പറഞ്ഞത്? ശിവൻകുട്ടി എങ്ങനെ പ്രതിഷേധിക്കേണ്ടത് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ ജനം കണ്ട ഒരു കാലഘട്ടം. ഇപ്പോഴും അത് നമ്മളാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതാണ് വേറെ കാര്യം. ഇത്രയേറെ തെളിവും കോടതി വരെ ചോദിച്ചിട്ടേ അത് ഞങ്ങളെ അല്ല എന്നാണ്. ഞങ്ങളെ അല്ലത്, അത് CPM സമ്മതിക്കും. ഭാഗ്യം അന്ന് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഏഴ് തലയിലിട്ടാണ് അല്ലേ സത്യം. അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഫുള്ള് ആന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു. അതേ ഫുള്ള് നേർത്താനും പറ്റുമല്ലോ. എന്തായാലും ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞ ആ പ്രതിഷേധം എന്തായാലും കോൺഗ്രസ് പാർട്ടി ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇനി ജനങ്ങളെ കാണേണ്ടി വരല്ലേ എന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോ ശിവൻകുട്ടിക്ക് എത്തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ പറ്റത്തില്ല. ഒന്നത് വയ്യായികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഈ പറയുന്ന നാവിനൊരു എല്ലില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാലഗോപാൽ പറയും ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താ ഇതിനൊക്കെ പറയും. ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും ഈ പറഞ്ഞോണം സമരങ്ങൾ RTPD DYFഐയും SFഐയും നടത്തിയതിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇനിയിപ്പോൾ കോൺഗ്രസ് ഒന്ന് കയറാൻ കാത്തിരിക്കുക, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് അടിയും പിടിയൊക്കെ കാണും, ഒരു സ്വസ്ഥതയും തരാത്ത രീതിയിൽ പോകും. ഇന്നലെ രാഹുലിൻ്റെ ഒരു വിഷയത്തിൽ വന്നപ്പം തന്നെ കണ്ടില്ലേ, ഒരു ഉദ്യോഗസ്ഥനെ ഖരാവ് ചെയ്യുന്നു. DYF പ്രവർത്തകർ എന്തെങ്കിലും മ്ലേച്ഛമായ ഭാഷയാണ് സംസാരിച്ചത്. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ അത് എടുത്തിരുന്നത്. അപ്പോൾ ഇത്രത്തോളമുള്ള പ്രതിഷേധം എന്തായാലും കോൺഗ്രസ് അത്രയും ഒന്ന് അധപതിച്ചിട്ട്
ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ പക്ഷെ ചില മിതമായിട്ടുള്ള ഭാഷകളാണ് എനിക്കൊന്ന് BJP അത്രത്തോളം ഉള്ള ഒരു ഇതും നമ്മൾ കണ്ടിട്ടില്ല.